വീണ്ടും ഒരു അടിപൊളി സിനിമ ആ ഒരു ഇപ്പൊ നമ്മൾ പൊതുവെ നേച്ചർ എലമെന്റ് ആക്കാറുണ്ട്, എല്ലാ എലമെന്റ് ആക്കുന്നത് ഇങ്ങനെ ഓരോരോ ആനിമൽ ഒരു എലമെന്റ് ആക്കിയിട്ട് ഒരു അല്ലെങ്കിൽ ഒരു പ്രധാന റോൾ എങ്ങനെയാണ് അതൊരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ഇല്ല, അത് കഥ ഡിമാൻഡ് ചെയ്യുന്ന ആ രീതിയിലാണ്. അപ്പോൾ ആനിമലും അതിൽ പ്രസൻസ് വന്നു എന്നുള്ളതാണ്. അങ്ങനെ പർട്ടിക്കുലർലി ഇത് വേണമെന്നുള്ള വിചാരിച്ചിട്ട് ചെയ്യുന്നില്ല. ബാഹുലിൻ്റെ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു, അത് അങ്ങനെ വന്നു. ഇതിലും ആനിമൽസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടേഴ്സാണ്. നമ്മുടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം പോലെ തന്നെ ഇതിൽ ആനിമലും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സാണ്. അതെ, ഇപ്പൊ പലപ്പോഴും നമ്മൾ ഇതിന് മുന്നേയും ഡോഗിനെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് ഒരു സീരീസ് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങി. ഇതും ആ ഒരു ഇമോഷൻ നന്നായിട്ട് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 100% നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ ടെക്നീഷ്യൻസ് എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തത്. നമ്മൾ നിങ്ങൾ ട്രെയിലറിലെല്ലാം കണ്ട പോലെ തന്നെ അങ്ങനത്തെ ഒരു ടെറൈനും എല്ലാം ചെയ്ത പടമാണ്, കുറേ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആൾക്കാരെ കയ്യടി കാണുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ കിഷ്കിന്താകാണ്ഡത്തിനും ലാസ്റ്റ് ഈ ഒരു കയ്യടിയായിരുന്നു നമുക്ക് ഭയങ്കര പ്രചോദനം. അതേപോലെ തന്നെ ഇതിലും ഈ കയ്യടി കെട്ടിയപ്പോൾ ഹാപ്പി. സോ ഹാപ്പി. താങ്ക് യു.